സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്രം അനുസരിച്ച് ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന രീതി അനുസരിച്ച് അതിനെ രണ്ടായി നമുക്ക് തരംതിരിക്കാൻ കഴിയും. ഒന്നാമത്തേത്, ഒരു കർമ്മം അവൻ അനുഷ്ഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഉടനെ ആ കർമ്മത്തിനനുസരിച്ചുള്ള സ്വാഭാവികമായ പ്രതിഫലം ലഭിക്കുക. ഉദാഹരണം, നമ്മുടെ നമസ്കാരം, നാം നൽകുന്ന സക്കാത്ത്, അതേപോലെ നമ്മുടെ നോമ്പ് പോലുള്ള ആരാധനാ കർമ്മങ്ങൾ, അതിൽ വരുന്നതാണ് ഹജ്ജ് അടക്കമുള്ള നമ്മുടെ കർമ്മങ്ങൾ. രണ്ടാമത്തെ ഒരു വിഭാഗം, ആ കർമ്മത്തിന്റെ ഗുണഫലങ്ങൾ ഭൂമിയിൽ നിലനിൽക്കുന്ന കാലഘട്ടത്തോളം നമുക്കതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. അതൊരു പക്ഷേ അന്ന് നമ്മൾ ജീവിച്ചിരിക്കണമെന്നില്ല. നമ്മുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ. ഇങ്ങനെ രണ്ട് തരമാണ് കർമ്മശാസ്ത്രം അനുസരിച്ച് മനുഷ്യരുടെ കർമ്മങ്ങളെ ഇസ്ലാം വിലയിരുത്തുന്നത്. ഒരാൾ വിശപ്പ് കൊണ്ട് സഹിക്ക വയ്യാതെ, ഒരാൾ വിശന്ന് നമ്മുടെ അടുക്കലെത്തി, അയാൾക്ക് നമ്മളൊരു 100 രൂപ മുടക്കി ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്തു. അവന്റെ ഒരു നേരത്തെ വിശപ്പ് നമ്മൾ അത് മാറ്റി, അല്ലെങ്കിൽ ഒരു മരുന്ന് വാങ്ങി നമ്മൾ നൽകി. എന്നാൽ ഒരാൾക്ക് നമ്മൾ വിദ്യാഭ്യാസം നൽകി. ഒരു പാവപ്പെട്ട ഒരാൾക്ക്, സാധുവായ മിസ്കീൻ, നമ്മുടെ സ്വതക്കയും ദാനധർമ്മങ്ങൾക്കും ഒക്കെ അർഹതയുള്ള ഒരാൾക്ക് നമ്മൾ വിദ്യാഭ്യാസം നൽകി. അവന്റെ വിദ്യാഭ്യാസ ചെലവുകൾ ഏറ്റെടുത്ത് അത് നൽകി. അവനാ ലഭിച്ച വിദ്യാഭ്യാസം കൊണ്ട് ഗുണപരമായ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നിർവഹിക്കുന്ന കാലം അത്രയും നമുക്കതിന്റെ ഒരു ഓഹരി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ആ നന്മ അവൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിലൂടെ അവന് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ ഒരു ഓഹരിയും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അന്ന് ഒരുപക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നമ്മൾ ഇവിടെ ജീവിച്ചിരുന്നു കൊള്ളണമെന്നില്ല. അപ്പൊ ഒരു ആയുഷ്കാലം അത്രയും മനുഷ്യൻ നന്മ വാരിക്കൂട്ടാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ് രണ്ടാമത്തെ വിഭാഗം എന്ന് നമുക്ക് കാണാം. ആദ്യത്തെ ആളോ, അതൊരു നേരത്തെ ഭക്ഷണം കൊടുത്ത് അവന്റെ വിശപ്പ് മാറി, അതിന്റെ പ്രതിഫലം അവന് കിട്ടി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക ചരിത്രത്തിൽ തഫ്സീറുകളിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നത്, പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. അൻസ്വാരികളിൽപ്പെട്ട ഒരാൾ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സഹായം ചോദിച്ചു വന്നു. അയാൾ ഇങ്ങനെ എല്ലാവരുടെ അടുക്കൽ നിന്ന് സഹായം ആവശ്യപ്പെടുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, നിന്റെ വീട്ടിൽ ഒന്നുമില്ലേ? നിന്റെ വീട്ടിൽ നിനക്ക് കഴിക്കാനോ നിനക്ക് കുടിക്കാനോ ഒന്നും നിന്റെ വീട്ടിൽ ഒന്നുമില്ലേ? അയാൾ പറഞ്ഞു, ഉണ്ട്. ഞങ്ങൾക്ക് പുതക്കാനുള്ള ഒരു വിരിപ്പും വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രവുമാണ് എനിക്കാകെയുള്ളത്, വേറെ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് രണ്ടും നീ ഈ സദസ്സിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അയാൾ പ്രവാചകന്റെ അടുക്കലേക്ക് ആ രണ്ട് കാര്യങ്ങൾ, ആ പുതപ്പും ആ പാത്രവുമായി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് രണ്ടും തന്റെ കൈകളിൽ എടുത്തുകൊണ്ട് സ്വഹാബികളോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ഇത് വാങ്ങാൻ കഴിവുള്ള ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളത്? അപ്പൊ ഒരാൾ പറഞ്ഞു, ഞാൻ 1 ദിർഹമിന് വാങ്ങാം. അപ്പൊ മറ്റൊരു സ്വഹാബി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയെ, ഞാനത് 2 ദിർഹമുകൾക്ക് ഞാനത് വാങ്ങാം. അപ്പൊ 2 ദിർഹമിനേക്കാൾ അധികം ഇത് ആരാണ് നൽകാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ പറഞ്ഞു, 2 ദിർഹം അത് ധാരാളമാണ് പ്രവാചകരെ. 1 അതുള്ളൂ, 2 അത് അതിന്റെ അങ്ങേയറ്റമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ദിർഹമുകൾ വാങ്ങി ആ പുതപ്പും ആ പാത്രവും അയാൾ ആ സ്വഹാബിക്ക് കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ 2 ദിർഹം ഇയാളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, 1 ദിർഹം കൊണ്ട് നീ നിന്റെ ഭാര്യക്കും നിന്റെ കുട്ടികൾക്കും ഒക്കെ നീ ഭക്ഷണം വാങ്ങി കൊടുക്കുക. 2ാമത്തെ ദിർഹം നീ ഒരു മഴു വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അയാളൊരു മഴുവുമായി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നല്ലൊരു കൈപ്പിടിയൊക്കെ ഉണ്ടാക്കി അതിന് വെച്ച് ആ മഴു അയാളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നീ മരം വെട്ടി വിറക് ശേഖരിച്ച് അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് നീ ജീവിക്കുക.
ഒരു 15 ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് തഫ്സീറുകളിൽ കാണാം, അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അയാൾ തിരിച്ചു വരുന്നുണ്ട്. എന്നുള്ള പ്രവാചകനോട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞാനിതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഭക്ഷണവും അദ്ദേഹത്തിന്റെ കയ്യിൽ വസ്ത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്ന് എനിക്ക് ഒരാളുടെയും മുന്നിൽ കൈ നീട്ടാതെ, ഒരാളോടും സഹായം ആവശ്യപ്പെടാതെ ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ തോളിൽ ഇങ്ങനെ തട്ടിക്കൊണ്ട് പറഞ്ഞു, നിന്റെ മുഖത്ത് അന്ത്യനാളിൽ നിന്റെ മുഖത്ത് യാതൊരു യാചനയുടെ ഒരു കറുത്തടയാളവുമായി വരുന്നതിനേക്കാളും നിനക്ക് ഉത്തമമായ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുന്ന പ്രവർത്തനത്തെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് മറുപടി പറയുകയാണ്. അയാൾ വിശക്കുന്നു എന്ന് പറഞ്ഞു വന്നപ്പോ ഒരു ഈത്തപ്പഴം കൊടുത്ത് അയാൾ വിശപ്പ് മടക്കാമായിരുന്നു. ഭക്ഷണം കൊടുത്ത് അയാളുടെ വിശപ്പ് താൽക്കാലികമായി അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷെ ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സ്വീകരിച്ച സമീപനം അയാളുടെ വിശപ്പ് അകറ്റുന്നതോടൊപ്പം തന്നെ ഇനി ഒരിക്കലും ഒരാളുടെ മുന്നിൽ കൈനീട്ടുന്ന സമീപനം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന സമീപനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സ്വീകരിക്കുന്നത്. അയാൾക്ക് അതിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് ആ ഒരു നിലപാടാണ് നന്മയുടെ വിഷയത്തിൽ വിശ്വാസികളോട് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്, തീർച്ചയായും നാം തന്നെയാണ് മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അവർ ചെയ്തു വെച്ചതും അവർ ചെയ്തതിന്റെ അനന്തരഫലങ്ങളും ഞാൻ എഴുതി വെക്കുക തന്നെ ചെയ്യും. അവർ ചെയ്തു വെച്ചത് എന്ന് വെച്ചാൽ അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ. ആ അനന്തരഫലങ്ങൾ എന്ന് പറയുന്നത് അവർ ചെയ്തു വെച്ച നന്മയുടെ ആ നന്മ മുഖേന സമൂഹത്തിൽ ഉണ്ടായ പ്രതിഫലനങ്ങളുടെ ഓഹരിയും അവരുടെ ജീവിതത്തിൽ രേഖപ്പെടുത്തപ്പെടുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. മരണത്തിന് ശേഷം പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചില കർമ്മങ്ങളുണ്ട്. വ്യത്യസ്തങ്ങളായ ഹദീസുകളിൽ 4 കർമ്മങ്ങൾ ആ ഒരു ഹദീസിൽ കാണാൻ കഴിയും. 7 കാര്യങ്ങൾ പ്രവാചകന്റെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഒട്ടേറെ കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള വ്യത്യസ്തങ്ങളായ ഹദീസുകളുണ്ട്. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, പ്രതിഫലം ലഭിക്കുന്ന മരണത്തിന് ശേഷവും പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾ. അവന്റെ മരണത്തിന് ശേഷം അവന്റെ കബറിലേക്കും പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന 7 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഒന്നാമത്തേത് മൻ അല്ലമ ഇൽമ, നന്മ പറഞ്ഞു കൊടുക്കുക, പഠിപ്പിക്കുക. ഒരാൾക്ക് വിജ്ഞാനം നൽകുക, അവന് നന്മകളെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങൾ നൽകുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉപദേശിക്കുകയാണ്, മൻ അല്ലമ ഇൽമൻ ഫലഹു അജ്റു മൻ അമില ബിഹി. ഒരാൾക്ക് നന്മ പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു, അത് ചെയ്യുന്നവന്റെ അതേ പ്രതിഫലം പറഞ്ഞു കൊടുക്കുന്നവന്, പ്രോത്സാഹിപ്പിക്കുന്നവന്, അത് പഠിപ്പിച്ചു കൊടുക്കുന്നവന് ലഭിക്കും. അവൻ പ്രവർത്തിച്ചവനേക്കാളും ഒട്ടും കുറയാതെ എന്ന് മഹാനായ ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നന്മ ഒരു ചെറുത് വലുത് അങ്ങനെ വ്യത്യാസങ്ങളില്ല. ഏത് നന്മയായാലും അത് പറഞ്ഞു കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. ദിക്റുകൾ, പ്രാർത്ഥനകൾ, ആരാധനകളെ കുറിച്ചുള്ള പ്രോത്സാഹനങ്ങൾ എല്ലാം അതിൽ ഉൾപ്പെടും. നമ്മുടെ മക്കൾക്ക് റോൾ മോഡലാകേണ്ടത് നമ്മളായിരിക്കണം. നമ്മുടെ കുട്ടികൾക്ക് റോൾ മോഡലാകേണ്ടത് മാതാപിതാക്കൾ റോൾ മോഡലുകളാകാൻ കഴിയണം. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത്, അവൻ വെള്ളം കുടിക്കുമ്പോൾ വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നത്, അവർ അവരുടെ ജീവിതത്തിൽ നമസ്കാരങ്ങളോട് താല്പര്യം കാണിക്കുന്നത്, പ്രാർത്ഥനകളോട്, ദിക്റുകളോട്, ആരാധനകളോട് താല്പര്യം കാണിക്കുന്നത്, മാതാപിതാക്കളുടെ അവരുടെ പ്രോത്സാഹനങ്ങളിൽ താല്പര്യങ്ങളിലായാൽ ആ മക്കൾ ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളുടെയും നന്മയുടെ ഓഹരി മാതാപിതാക്കൾക്കും ലഭിച്ചുകൊണ്ടേയിരിക്കും. അതവർ മദ്രസകളിൽ നിന്ന് പഠിക്കട്ടെ, ഉസ്താദുമാർ വരെ പഠിപ്പിക്കട്ടെ, പള്ളികളിൽ നിന്ന് അവർ സ്വീകരിക്കട്ടെ. ആ സമീപനമല്ല പ്രവാചകന്റെ സ്വഭാവം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ വാരി വലിച്ച് ഭക്ഷണം കഴിക്കുന്ന, അതേപോലെ തന്നെ ഇടതൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന, വിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിക്കുന്ന കുട്ടികളെ കാണുമ്പോ പ്രവാചകൻ അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്, യാ ഉലാം സമ്മില്ല വകുൽ മിമ്മാ യലി, നീ വിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കണം, അള്ളാഹുവിന്റെ നാമത്തിൽ നീ ഭക്ഷണം കഴിക്കണം, നിന്റെ ഭാഗത്ത് നിന്ന് നീ ഭക്ഷണം കഴിക്കണം, നീ വലതുകൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ മക്കളെ ഇത് പഠിപ്പിക്കുന്നത്, പ്രോത്സാഹിപ്പിക്കേണ്ടത്, അതിന്റെ പ്രതിഫലം ഖിയാമത്ത് നാളുകളോളം ആ കുട്ടികൾ അവരുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന കാലമത്രേ. ആ കുട്ടികൾ അവരുടെ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതോടെ അതിൽ നമുക്കതിന്റെ ഓഹരികൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും. കണക്ക് കൂട്ടാൻ കഴിയാത്ത
എഴുതി വെക്കാൻ കഴിയുന്നതിനേക്കാളും അപ്പുറം നന്മകൾ വാരിയെടുക്കാൻ വാങ്ങിക്കൂട്ടാൻ കഴിയുന്ന നന്മകളെ നാം ഒരിക്കലും നിസ്സാരവൽക്കരിക്കരുത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരിക്കുന്നു, നല്ല സ്വഭാവമാണ്, നല്ല പെരുമാറ്റമാണ്, ആളുകളോടെല്ലാം നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവുമായി നിറഞ്ഞു നിൽക്കുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു. പ്രവാചകൻ രാത്രി നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ അദ്ദേഹം പോയി നമസ്കരിക്കാൻ നിന്നു. നിസ്കാരം കഴിഞ്ഞ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പതുക്കെ പിടിച്ചു. എന്നിട്ട് പ്രവാചകൻ അദ്ദേഹത്തെ തന്റെ പിന്നിലൂടെ തന്റെ മുന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ അടുത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിഅമർ റജുൽ അബ്ദുള്ള, എത്ര നല്ല കുട്ടിയാണ്, എത്ര നല്ലയാളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷേ അവൻ രാത്രി നമസ്കരിച്ചിരുന്നുവെങ്കിൽ, അപ്പൊ രാത്രി നമസ്കാരം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ശീലമില്ലായിരുന്നു. പക്ഷേ പ്രവാചകൻ ഒരു മനസ്സ് പോലും വേദനിപ്പിക്കാതെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ എടുത്തു പറഞ്ഞു, എത്ര നല്ല ആളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ, പക്ഷെ കുറച്ചുകൂടി നന്നാവും, വളരെ നന്നാവും. രാത്രി കൂടി നിസ്കരിച്ചിരുന്നുവെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചേർത്ത് പറയുന്ന വാക്കുകൾ, ഞാൻ മരിക്കുന്നത് വരെ ആ രാത്രി നമസ്കാരം പിന്നീട് എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയിട്ടേ ഇല്ല. എത്ര നല്ല സ്വഭാവമാണ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുക, പകർന്നു കൊടുക്കാൻ കഴിയുക. അവരുടെ മനസ്സുകൾ വേദനിപ്പിക്കാതെ, അവരുടെ ജീവിതത്തിൽ പോറൽ ഉണ്ടാക്കാതെ, ഏറ്റവും നല്ല റോൾ മോഡലായി നാട്ടിൽ, സമൂഹത്തിൽ, മക്കൾക്ക് മുന്നിൽ, വീട്ടിൽ നിറഞ്ഞു നിൽക്കാൻ കഴിയുന്ന മാതൃകായോഗ്യരായി മാതാപിതാക്കൾ തിളങ്ങി നിൽക്കുന്ന ഒരു സംസ്കാരത്തെയാണ് ഇസ്ലാം നമുക്ക് മുന്നിൽ നോക്കിക്കാണുന്നത്. രണ്ടാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിജ്ഞാനം കൊടുക്കുക, അതേപോലെ തന്നെ തോട്ടിലൂടെ, കനാലിലൂടെ, പുഴകളിലൂടെ വെള്ളം കീറി ഒഴുക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഒരാളെ സഹായിക്കുക, ഒരു കനാലിൽ നിന്ന് ഒരു തോട്ടത്തിലേക്ക് വെള്ളം നൽകുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. അതേപോലെ തന്നെ കിണർ കുഴിക്കുക, വലിയ പ്രതിഫലമാണ്. കിണർ കുഴി പള്ളികൾ ആളുകൾ ഉണ്ടാക്കും, വീടുകൾ, നാട്ടിൽ ആളുകളൊക്കെ വെച്ചു കൊടുക്കും. അവിടെ ഒരു കിണർ കുഴിച്ച് നൽകുക എന്നത് ഖബറിൽ ഖിയാമത്ത് നാൾ വരെ പ്രതിഫലം കിട്ടുന്ന നന്മയുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എണ്ണി പറഞ്ഞതാണ്. അതേപോലെ തന്നെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മരങ്ങൾ, പക്ഷികൾ ആ മരങ്ങളിൽ നിന്ന് അതിൽ നിന്ന് കൊത്തി എടുത്തുകൊണ്ട് പോകാം, അതിൽ ഫലങ്ങൾ കഴിക്കാം, അതിൽ നടന്നു പോകുന്ന ആളുകൾ തണൽ കൊള്ളാം. എല്ലാവർക്കും അതിന്റെ പ്രതിഫലം ഈ നട്ടുവളർത്തിയവന് ജീവിതത്തിൽ എപ്പോഴും ലഭിച്ചുകൊണ്ടേയിരിക്കും. പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഒരു നായക്ക് വെള്ളം കൊടുത്ത ഒരാളുടെ സംഭവമുണ്ട്. ഒരാളിങ്ങനെ നടന്നു പോകുമ്പോ ദാഹിച്ചു വലഞ്ഞ് വെള്ളം കിട്ടാതെ ആ നായ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. അദ്ദേഹം കിണറിലേക്ക് പ്രയാസപ്പെട്ടുകൊണ്ട് ഇറങ്ങുന്നു, തന്റെ അതിൽ കുറച്ച് വെള്ളമെടുക്കുന്നു, തിരിച്ചു കയറി ആ നായക്ക് വെള്ളം കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ പറ്റി പറഞ്ഞത് അയാൾ സ്വർഗത്തിലാണ് എന്നാണ്. ആ നായ ദാഹം മാറ്റി നന്ദി കാണിച്ച് തിരിച്ചു പോകുമ്പോ അയാൾ സ്വർഗത്തിലാണ് എന്നാണ്. എന്നാൽ ആ കിണർ കുഴിച്ച ഒരാളുണ്ടല്ലോ, ആ കിണർ കുഴിച്ച് അവിടെ വെള്ളമുണ്ടാക്കിയ ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് അതിൽ നിന്ന് വെള്ളമെടുത്തു കൊടുത്തവന് സ്വർഗമുണ്ട് എങ്കിൽ ആ കിണർ കുഴിച്ച മനുഷ്യന്റെ പ്രതിഫലത്തെ കണക്ക് കൂട്ടാൻ കഴിയുമോ? പള്ളികൾ ഉണ്ടാക്കുന്നു, വീടുകൾ ഉണ്ടാക്കുന്നു, നമുക്ക് ആരാധനാലയങ്ങൾ ഉണ്ടാക്കുന്നു, അവിടെയുള്ള കുടിവെള്ള സംവിധാനങ്ങൾ, അവിടെ വെള്ളം കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ, വലിയ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന പ്രവർത്തനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുന്നു. അതേപോലെ പള്ളികൾ നിർമ്മിക്കുക. നാളെ സ്വർഗത്തിൽ ഒരു ഭവനമുണ്ട്, ഒരു പള്ളി പൂർണ്ണമായിട്ടില്ല, ഒരു പള്ളിയുടെ പകുതി, ഇനി അതൊന്നും കഴിയില്ല. ഒരു മുസല്ലയുടെ സ്ഥലം എത്രയാണ്? അത് നൽകാൻ കഴിയാത്തവരുണ്ടാകുമോ? ഇല്ല. സ്വർഗത്തിൽ അല്ലാഹു നമുക്കൊരു മുസല്ലക്ക് സ്ഥലമുണ്ട്, ആ പള്ളിക്ക് ഒരു മുസല്ലയുടെ സ്ഥലം നൽകുന്നവന് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റളിയല്ലാഹുവിന്റെ ഒരു വാക്കുണ്ട്, എനിക്ക് സ്വർഗത്തിൽ ഒരു സൂചി മുനകുത്താൻ സ്ഥലം കിട്ടുമായിരുന്നുവെങ്കിൽ ആകാശഭൂമികൾക്കിടയിലുള്ള സകലതും ഞാൻ നൽകുമായിരുന്നുവെന്ന്. സ്വർഗത്തിൽ ഒരു മുസല്ലക്കുള്ള സ്ഥലം വേണോ? നിങ്ങളൊരു പള്ളിക്ക് ഒരു മുസല്ലയുടെ സ്ഥലം നൽകുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ അവന് ഖബറിൽ കൂടി പ്രതിഫലം ലഭിക്കുന്ന പ്രവർത്തനങ്ങളായി എടുത്തു പറയുന്നുണ്ട്. ഏഴാമതായിട്ട് റസൂലുള്ളാഹി പറയുന്നത്, മരണത്തിന് ശേഷവും മാതാപിതാക്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന മക്കൾ ഉണ്ടാകുക എന്നത്, മക്കൾ വളർത്തുക എന്നത്. നാം നമ്മുടെ ഇഷ്ടത്തിനല്ല മക്കൾ വളർത്തേണ്ടത്, നാം മക്കളുടെ ഇഷ്ടത്തിനല്ല മക്കൾ വളർത്തേണ്ടത്, നാം അള്ളാഹുവിന്റെ ഇഷ്ടത്തിനായിരിക്കണം നമ്മുടെ കുട്ടികളെ വളർത്തേണ്ടത്. അവിടെയാണ് നമുക്ക് പ്രതിഫലം ഉണ്ടാകുക. ഞാൻ ഓർക്കുന്നത് എന്റെ ഒരു സുഹൃത്തി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു സംഭവമാണ്. ഒരു ചെറുപ്പക്കാരന്റെ ഉപ്പ മരണപ്പെടുന്നു, അവന് മയ്യത്ത് നിസ്കാരത്തിന്റെ പ്രാർത്ഥനകൾ അറിയില്ല.
അവൻ ഉസ്താദിനോട് പറഞ്ഞു, എനിക്ക് ആ പ്രാർത്ഥന ഒന്ന് എഴുതി തരുമോ, ഞാനൊന്ന് പഠിച്ച് ഞാൻ ഉപ്പയുടെ മയ്യത്തിന് ഇമാമത്ത് നിൽക്കട്ടെ. അങ്ങനെ ആ പ്രാർത്ഥന അറബിയിൽ എഴുതി കൊടുത്തു. എനിക്ക് അറബി വായിക്കാൻ അറിയില്ല, എനിക്കിത് മലയാളത്തിൽ നിന്ന് എഴുതി തരുമോ? ആ പ്രാർത്ഥനകൾ മലയാളത്തിൽ എഴുതി കൊടുത്തു. മലയാളത്തിൽ എഴുതി കൊടുക്കുന്ന പ്രാർത്ഥന വായിച്ച് അവനിങ്ങനെ കണ്ണുകൾ നിറയുന്നു. ആ മലയാളത്തിലുള്ള പ്രാർത്ഥന പോലും അവന് വായിക്കാൻ കിട്ടുന്നില്ല. അവൻ അവസാനം സങ്കടം സഹിക്കവയ്യാതെ ബോധരഹിതനായി താഴെ വീഴുന്നു. വലിയ പ്രയാസമുണ്ടാകുന്നു. നമ്മൾ ആ മക്കളെ വളർത്തേണ്ടത് നമ്മുടെ ഇഷ്ടത്തിനല്ല, മക്കളുടെ ഇഷ്ടത്തിനല്ല, അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ വളർത്താൻ. ആ വളർത്തുക എന്നത് നമ്മുടെ ഇഷ്ടമായി മാറണം, കുട്ടികളുടെ ഇഷ്ടമായി മാറണം. അതിന് പ്രോത്സാഹനങ്ങൾ ഉണ്ടാകണം, അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകാൻ കഴിയണം. അത്തരത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ, നന്മകൾ നിലനിർത്തുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. إن الحمد لله والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിക്കണമെന്ന് രണ്ടാമതായും അതർഹിക്കുന്ന രൂപത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണത്തിന് ശേഷം ഖബറിലും പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ പ്രത്യേകതകളെ സംബന്ധിച്ചാണ് നാം സൂചിപ്പിച്ചത്. നമുക്ക് ഈ സമാധാനത്തോടുകൂടി ആരാധനകൾ നിർവഹിക്കാൻ ഈ പള്ളി നിർമ്മിച്ചു തന്ന മനുഷ്യനുണ്ട്. നന്മകൾക്ക് പ്രോത്സാഹനം നൽകുമ്പോൾ അത് മുഖേന നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരിക്കലും സദസ്സിലേക്ക് ഒരാൾ മുന്നിൽ വന്നിരുന്നു. രണ്ടാമത് വന്ന ആള് അയാളെ ബാക്കില് പിന്നിൽ വന്നിരുന്നു. സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷെ അയാളെ ബാക്കിലിരുന്നു, പിന്നിൽ വന്നിരുന്നു. മൂന്നാമത്തെ ആളിങ്ങനെ നോക്കി കുറച്ചേരൊക്കെ അവിടെ നിന്ന് അയാൾ അവിടെ നിന്ന് പോയി. അവിടെ കയറിയില്ല, ഇരുന്നില്ല. റസൂലുള്ളാഹി 3 ആളുകളെ കുറിച്ച് അള്ളാഹു അവരോട് സ്വീകരിക്കുന്ന സമീപനത്തെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം വന്ന് ആ മുന്നിലിരുന്ന ആൾ, അയാളോട് അള്ളാഹു മുന്നിടും, അയാളോട് അള്ളാഹു ചേർന്ന് നിൽക്കും. പിന്നിലിരുന്ന ആളോടോ അയാളുടെ അള്ളാഹു പിന്നിലേക്ക് ഇരിക്കും. അള്ളാഹു പടച്ചോൻ അവനോട് പിന്നിലേക്ക് മാറും. അതിലൊന്നും പ്രവേശിക്കാതെ തിരിച്ചുപോയവനോട് അള്ളാഹുവും പുറംതിരിഞ്ഞ് നിൽക്കുന്ന സമീപനം ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ട്. സൊഫുകളുടെയൊക്കെ പ്രത്യേകതകളൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഹദീസുകളൊക്കെ കേൾക്കാറുണ്ട്. സൊഫുകളുടെ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിലുണ്ട്. ഒന്നാമത്തെ സൊഫിന്റെ പ്രത്യേകത എങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, അവിടെ ഇരിക്കാൻ വേണ്ടി നറുക്കിടുകയായിരുന്നു, മത്സരം കാണിക്കുമായിരുന്നു എന്നാണ്. നടക്കാൻ വയ്യാത്ത ഒരാൾ ഇഴഞ്ഞുകൊണ്ട് അവൻ ആ സൊഫിലേക്ക് എത്താൻ പരിശ്രമിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പൊ നമ്മൾ പള്ളികളോട് കാണിക്കേണ്ട മര്യാദകൾ ഒന്നാണ് സൊഫുകളോട് പാലിക്കേണ്ട മര്യാദകൾ എന്നത് നാം ശ്രദ്ധിക്കണം. ആദ്യം വരുന്ന ആളുകൾ ആദ്യം ഇരുന്ന് അത് സൊഫുകൾ പൂർത്തിയാക്കിയിരിക്കും. വളരെ ചുരുങ്ങിയ സമയമാണ് നമ്മുടെ ജുമയുള്ളത്, ഖുതുബ ഉള്ളത്. വളരെ പെട്ടെന്ന് നമ്മളൊക്കെ തിരിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് പോകുന്നുണ്ട്. സൊഫുകൾ പാലിക്കാനും സൊഫുകൾ പൂർത്തിയാക്കാനും ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളോട് അടുക്കുകയും പടച്ചോ നമ്മളോട് കൂടുതൽ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. ബാക്കിലേക്ക് മുന്നിൽ ഒഴിവുണ്ട്, നമ്മൾ ബാക്കിലേക്ക് മാറിയാലോ? റസൂലുള്ളാഹി പറയാൻ, പടച്ചോൻ അവനൊന്നും ബാക്കിലേക്ക് ഇങ്ങനെ മാറും, അകന്നിരിക്കും. അള്ളാഹു അവനോട് അകന്നു നിൽക്കും. പടച്ചോനോടൊരു ഗ്യാപ്പ് വരിക എന്ന് പറയുന്നത് എത്ര സങ്കടകരാണ്. ഇതൊന്നും ഒരു നിസ്കാരത്തോട് ജുമയോട് ഒന്നും ഒരു താല്പര്യം കാണിക്കാത്ത മനുഷ്യരോടോ പടച്ചോൻ അവനോടൊരു താല്പര്യം കാണിക്കുന്നു. അപ്പൊ റബ്ബിന്റെ ഒരു ഇഷ്ടവും സ്നേഹവും തൃപ്തിയും ഒക്കെ. അപ്പൊ റമളാൻ നമ്മുടെ മുന്നിൽ ഒരു സുവർണാവസരം പോലെ വരികയാണ്. പള്ളികൾ ഒരുങ്ങുന്നു, സ്ഥാപനങ്ങൾ ഒരുങ്ങുന്നു, മദ്രസകൾ ഒരുങ്ങുന്നു, എല്ലായിടത്തും ഒരുക്കാണ്. വീടൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ആൾക്കാർ പെയിന്റ് അടിക്കുന്നു, കാർപ്പറ്റ് മാറ്റുന്നു, ഭയങ്കര മാറ്റങ്ങളാണ്. പള്ളിയും സ്ഥാപനവും വീടും ഒക്കെയാണോ റമളാൻ ആവുമ്പോൾ മാറേണ്ടത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ ഹൃദയത്തെ മാറ്റാനും പരിവർത്തിപ്പിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? അത് സാധിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് റമളാൻ. ഉപയോഗപ്പെടുത്താൻ കഴിയുക. നഷ്ടകാരികളുടെ കൂട്ടത്തിൽ, റമളാൻ നഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകരുത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.